സോ ഫസ്റ്റ് തന്നെയാണ് നോക്കുകയാണെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ട് നമുക്ക് ഫസ്റ്റ് കയറാം. സോ ഇതായിരിക്കും നമ്മുടെ എംപ്ലോയിയുടെ ഡാഷ്ബോർഡ് അത്യാവശ്യം നമുക്ക് ബേസിക് ആയിട്ടാണെങ്കിൽ ഫുള്ളി ആക്സസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം കുറച്ച് ഡമ്മി ലീവ്സ് ആണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മെഡിക്കൽ ലീവിനാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മൈ അറ്റൻഡൻസിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ആണെങ്കിൽ 9 മണിയുടെ ശേഷം വരുന്നെങ്കിൽ ലേറ്റ് ആവാനും മുമ്പാണെങ്കിൽ നമ്മൾ പ്രസൻ്റ് ആയിരിക്കും. പിന്നെ 5 മണി കഴിഞ്ഞിട്ട് നമ്മൾ ആബ്സെൻ്റ് ആകും. ആ 5 മണിയുടെ മുമ്പേ ആരെങ്കിലും ചെക്ക് ഇൻ ചെയ്തില്ലേ അയാൾ ഡയറക്റ്റ് ആബ്സെൻറ്റിലോട്ടായിരിക്കും പോകുന്നത്. പിന്നെ കമ്പനി ഹോളിഡേയ്സിനകത്ത് ജസ്റ്റ് എന്നൊക്കെ ആണെങ്കിൽ ഹോളിഡേയ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. പിന്നെ നോട്ടിഫിക്കേഷനകത്ത് ഓക്കെ ഇതിനൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതെന്ന് കാണിക്കുന്നു. പിന്നെ സെറ്റിങ്സിൻ്റെ അകത്താണെങ്കിൽ ജസ്റ്റ് അവരുടെ ഡീറ്റെയിൽസും അവരുടെ അക്കൗണ്ട്സും ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളത് അഡ്മിൻ്റെ ഇതിനകത്ത് നമ്മളിപ്പോൾ അഡ്മിനായിട്ട് കയറുവാണെങ്കിൽ ഇതാണ് അഡ്മിൻ ഡാഷ്ബോർഡിനകത്ത് ആണെങ്കിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. പിന്നെ എംപ്ലോയി മാനേജ്മെൻറ്റ് അകത്ത് നമുക്ക് ആവശ്യമുള്ള എംപ്ലോയീസിനൊക്കെ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ലീവ് അപ്രൂവൽസ് നമുക്ക് ആവശ്യമുള്ള അവിടെ നിന്ന് കിട്ടിയ ലീവിൻ്റെ ഒക്കെ എംപ്ലോയിയുടെ ലീവൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതാണ് എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് കണ്ട് പിന്നെ അറ്റൻഡൻസ് മാനേജ്മെൻറ്റ് അതാണ് നമുക്ക് മറ്റേ അവരുടെ അറ്റൻഡൻസ് കാണാൻ വേണ്ടി പറ്റും. ഹോളിഡേ മാനേജ്മെൻറ്റ് അകത്ത് നമ്മളാണെങ്കിൽ ഹോളിഡേയ്സ് ആണെങ്കിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നോട്ടിഫിക്കേഷൻസ് ആണെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നു നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ സെറ്റിങ്സ് അതുപോലെ ബാക്കിയുള്ളവരുടെ സെറ്റിങ്സ് പോലെ തന്നെ സെയിം ആയിരിക്കും.